Hello teachers. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ബിഎഡിന്റെ ഒരു വലിയ ലോകം, ടീച്ചിങ് എന്നുള്ള മോസ്റ്റ് വാല്യുബിൾ പ്രൊഫഷൻ, അതിലേക്കുള്ള ഫസ്റ്റ് എൻട്രി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. എൻ്റെ സ്ക്രീന് കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, സൗണ്ട് കേൾക്കുന്നുണ്ട് ഉറപ്പുവരുത്തുക. സ്ക്രീൻ ഓക്കെ ആണോ? വെൽക്കം കാണുന്നുണ്ടോ? യെസ്, ഗുഡ്. സൗണ്ട് ക്ലിയർ ആണ്. ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പറയണം. സോ നമ്മൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ പേപ്പർ എന്താണ്? ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള പേപ്പറാണ്. അപ്പം അതിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നുള്ള ആ ഒരു രൂപത്തിലാണ് കൊടുത്തത്. സോ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ പേപ്പറിന്റെ പേര്. സോ നമ്മുടെ ടീച്ചിങ് പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള ലേണിംഗിലേക്കാണ് ഫസ്റ്റ് നമ്മുടെ ശ്രദ്ധ നമുക്ക് പോവാം. ഓക്കെ, സോ യു ക്യാൻ സീ വാട്ട് ഈസ് ദ ഫസ്റ്റ് യൂണിറ്റ്, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആൻഡ് ദെയർ നാച്ചുറൽ. എന്താണ് ടീച്ചിങ്, എന്താണ് ലേണിംഗ്, അതിൻ്റെ ഒരു നാച്ചുർ എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം എന്താ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കും. അപ്പം നമുക്ക് എത്രയാണോ പോകാൻ പറ്റുക അത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പോകുക. അത് നമ്മൾ എവിടെയാണോ ഒരു പർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോൾ നമ്മളത് പോസ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് വീണ്ടും നമ്മളത് മറ്റൊരു ദിവസം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സ്റ്റഡി ലേണിംഗ്. ആക്ച്വലി ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ലേണിങ്ങിന്റെ ഒരു മീനിങ് കാണുന്നുണ്ട്. നമ്മുടെ ഇൻട്രോയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ മീനിങ്, എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എലമെന്റ്സ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളായിരിക്കും പഠിക്കാനുണ്ടാവുക. സോ ഹിയർ യു ക്യാൻ സീ വാട്ട് ഈസ് ലേണിംഗ്. ഐ തിങ്ക് you have how many years of experience in learning? നിങ്ങൾക്ക് എത്ര ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്? ഇവിടെ ഏറ്റവും കൂടുതൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാരാ? മിനിമം നിങ്ങൾ ഇപ്പൊ ഒരു 15 വർഷം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും കൂടുതൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഈ ഒരു വോയിസ് കേൾക്കുന്നത് ആരാണ്? നിങ്ങൾ നിങ്ങളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയൂ, ജസ്റ്റ് ഒന്ന് വോയിസ് ആക്കിയിട്ട് പറയൂ. 17. ഓക്കെ, ഗുഡ്. ഗ്രാജുവേഷൻ പറയരുത്, എത്ര വർഷം? കുറെ ആളുകൾ ഇപ്പോ LKG ക്ലാസ് ഇങ്ങനെ തുടങ്ങാണ്. 1 LKG, 2 UKG, 1, 2, 3. വേഗണ്ണി സമയമില്ല, പെട്ടെന്ന് എണ്ണി. 17. മോർ ദാൻ 17 ആരെങ്കിലും ഉണ്ടോ? 19 Yes. ഓക്കെ, 19 ഉണ്ട്. പിന്നെ മോർ ദാൻ 19 20 അല്ലേ പറഞ്ഞേ? അതെ. യെസ്, ഗുഡ്. യുവർ ഗുഡ് നെയിം പ്ലീസ്? റിസാന. ഓക്കെ, അപ്പൊ റിസാനിലേക്ക് ഞങ്ങൾ ഒരു ഹൈലി മെച്യൂർഡ് ആയിട്ടുള്ള റെസ്പോൺസസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ക്ലാസ് റൂമിൽ. ഓക്കെ റിസാന, നിങ്ങള് ഈ ലേണിംഗ് എന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ദിസ് പ്രോസസ് എന്നുള്ളത് നമ്മൾ സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ല, റൈറ്റ്? സോ ഹിയർ യു ഹാവ് എ ചാൻസ് ടു സ്റ്റഡി വാട്ട് ഈസ് ലേണിംഗ്. സോ ഹിയർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, അക്വയറിംഗ് നോളജ്, ഹാബിറ്റ്, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടിക്കൽ സ്കിൽസ് ത്രൂ സ്റ്റഡി, സെൽഫ് എക്സ്പീരിയൻസ് ഓർ ബീങ് ടോട്ട്. അപ്പൊ നമുക്ക് സാധാരണ എന്തിനാ പഠിക്കാൻ പോണേന്ന് വെച്ചാല് നമ്മുടെ പഴയ ആളുകളൊക്കെ എന്താ പറയാറ്? സ്കൂളിൽ പോണത് എന്തിനാ, അല്ലെങ്കിൽ പഠിക്കാൻ പോണത് എന്തിനാ എന്ന് ചോദിക്കുകയാണെങ്കിൽ പഴയ ആളുകൾ എന്താ പറയാ? നിങ്ങൾ എന്താ പറയാ? ശരിക്കും നമ്മുടേതായ ഡെഫിനിഷൻ എന്താ ലേണിങ്ങിന്റെ? ആരെങ്കിലും ഒരാൾ പറയൂ. സ്കൂളിൽ പോണത് എന്തിനാ, പഠിക്കാൻ പോണത് എന്തിനാന്ന് ചോദിച്ചാല് എന്തായിരിക്കും ഒറ്റ സെന്റൻസിൽ ആൻസർ പറയുകയാണെങ്കിൽ? ഒരു പുതിയ അറിവ് കിട്ടാനായിട്ട്. പുതിയ അറിവ്, നോളജ്. ഓക്കെ, റാബിയ ആൻസർ പറഞ്ഞോ?
റാബിയ എന്ന പേര് ഒരാൾ ഇതിലുണ്ടല്ലോ, ആൻസർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, സൈലന്റ് ആണ്. സോ എനിവേ നമുക്ക് അറിവ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പുതിയ അറിവ് ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് ആക്ച്വലി പറയാ. സോ ഇവിടെ നിങ്ങൾ നോക്കാം, അക്വയറിംഗ് നോളജ് ആണ്. അപ്പൊ നമ്മളൊക്കെ മനസ്സിലുള്ള ഒരു സാധനം ഇവിടെയുണ്ട്, പുതിയ നോളജിനെ അക്വയർ ചെയ്യണം. ഓക്കെ, ദെൻ 2 ഹാബിറ്റ് ആണ്. അഥവാ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടി എന്ത് ചെയ്യണം? ഹാബിറ്റ് ഫോം ചെയ്യണം. ഇനി ഇതിന് വേറെ ചർച്ച ഉണ്ട് കേട്ടോ. സ്കൂളിൽ പോകുന്നത് മാത്രമാണോ ലേണിംഗ് എന്നുള്ളത് മറ്റൊരു ചർച്ച ഉണ്ട്. കാരണം സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് മാത്രമല്ല ലേണിംഗ്, പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നതും ലേണിംഗ് ആണ്, വീട്ടിൽ നിന്ന് പഠിക്കുന്നതും ലേണിംഗ് ആണ്, എല്ലാ ലേണിംഗ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഫോർമൽ ലേണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ അക്വയറിംഗ് നോളജ്, ഹാബിറ്റ്സ് അല്ലെ, നമുക്ക് ഒരുപാട് ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്, നിങ്ങൾ സ്കൂളിൽ നിന്ന് നേടിയെടുത്ത ഒരു നല്ല ശീലം എന്താണ്? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ? സ്കൂളിൽ പോയതുകൊണ്ട് എനിക്ക് കിട്ടിയ നല്ല ശീലം ഇതാണ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഷെയർ ചെയ്യാൻ പഠിക്കും. ശരി, നോളജല്ലോ, ഫുഡല്ലേ ഷെയർ ചെയ്ത്? നോളജും ഉണ്ട്. കൂടുതൽ നമുക്ക് മെമ്മറി ഓർമ്മ വരുന്നത് ഫുഡൊക്കെ ഷെയർ ചെയ്ത ആ ഒരു ഇതാണല്ലോ. ഓക്കെ, ഗുഡ് ഗുഡ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഹാബിറ്റുകൾ അതുപോലെ ഫോം ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ദെൻ ആറ്റിറ്റ്യൂഡ് ആണ്. അഥവാ നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ചുറ്റുപാടിനോടുള്ള ആറ്റിറ്റ്യൂഡ്, പ്രകൃതിയോടുള്ള ആറ്റിറ്റ്യൂഡ്, മൃഗങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, പേരൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പല വസ്തുക്കളോടുള്ള, സൊസൈറ്റിയോടുള്ള ആറ്റിറ്റ്യൂഡ്, പൊളിറ്റിക്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെ, പോലീസിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഒരുപാട് ആറ്റിറ്റ്യൂഡുകൾ ഫോം ചെയ്യേണ്ടത് ലേണിംഗിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സ്കിൽ ത്രൂ സ്റ്റഡി, പഠനത്തിലൂടെ പ്രാക്ടിക്കൽ നോളജ് കിട്ടണം എന്നുള്ളതാണ്. അഥവാ നമുക്ക് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ പ്രാക്ടിക്കൽ നോളജാണ് ഇപ്പൊ കിട്ടിയത്? നമ്മളൊരു ഡിഗ്രി വരെ പഠിച്ചു. ഡിഗ്രി വരെ പഠിച്ചിട്ട് എന്ത് പ്രാക്ടിക്കൽ നോളജ് കിട്ടിയേ? ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചോ? ഫുഡ് ഉണ്ടാക്കാൻ ആരെങ്കിലും സ്കൂളിൽ പഠിച്ചോ? ഇല്ല. എങ്ങനെയാണ് ഒരു റോഡ് നിയമങ്ങൾ പഠിച്ചോ? പഠിച്ചു. ആരാ പഠിച്ചേ? സ്കൂളിൽ പഠിച്ചാ? റോഡ് നിയമങ്ങൾ പഠിച്ചാ? എവിടൊക്കെ പഠിച്ചോ? LKG-ലൊക്കെ തന്നെ അത് പഠിക്കാനുണ്ട്. റോഡ് നിയമത്തെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഹലോ, ഓക്കെ. സോ അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ എന്താ പറയുക, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് നമുക്ക് ലൈഫിലേക്ക് വേണ്ട കുറെ സംഭവങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അത് പഠിപ്പിക്കണം എന്നുള്ളതാണ് ലേണിംഗിന്റെ മീനിങ്ങിൽ പറയുന്നത്. ഓക്കെ, ദെൻ സെൽഫ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നമ്മുടേതായ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവണം, അല്ലെ? അഥവാ പ്രകൃതി എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം, ക്ലാസ് റൂം എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം, നേരത്തെ പറഞ്ഞ പോലെ ഷെയറിംഗിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവണം, പഠനത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എക്സ്പീരിയൻസസ് ഷാൽ ബി അക്യൂർഡ്, ഓക്കെ, ഓർ ബീങ് ടോട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് പലതും പഠിപ്പിച്ചു തരണം. സോ ലേണിംഗ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു അറിവ് ശേഖരിക്കലാണ് എന്നുള്ളതിൽ നിന്ന് മാറി നമുക്ക് ഒരുപാട് നോളജ്, ഹാബിറ്റുകൾ, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടിക്കൽ സ്കിൽസ്, സെൽഫ് എക്സ്പീരിയൻസ്, പിന്നെ അങ്ങനെ തുടങ്ങി വിസ്ഡം, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലേണിംഗിന്റെ മീനിങ്. ഓക്കെ, സോ ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ലേണിംഗിന്റെ ഒരു മീനിങ് എങ്കിലും കൃത്യമായിട്ട് പഠിക്കണം. റൈറ്റ്. ഇവിടെ ഏതെങ്കിലും ഒരു ഓഥർ പറഞ്ഞതോ അല്ലെങ്കിൽ സയന്റിസ്റ്റ് പറഞ്ഞതോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിസ്റ്റ് പറഞ്ഞോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് രണ്ടാമത്തെ ഡെഫിനിഷൻ ആണ്, മോഡിഫിക്കേഷൻ ഓഫ് വൺസ് ബിഹേവിയർ ത്രൂ പ്രാക്ടീസ്, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇവിടെ 3 സംഭവങ്ങളിലൂടെ നമ്മുടെ ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുക എന്ന് പറയുന്നതാണ് ലേണിംഗിന്റെ മറ്റൊരു മീനിങ്. എന്താണ്? മോഡിഫിക്കേഷൻ ഓഫ് വൺസ് ബിഹേവിയർ, ഒരാളുടെ സ്വഭാവം എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഹാബിറ്റ്, ബിഹേവിയർ, പ്രാക്ടീസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പറയാ. നോളജ് ഒരു ഒറ്റ പോയിന്റ് മാത്രമാണ്. അഥവാ ലേണിംഗിൽ പഠനം എന്ന് പറയുന്നത് ഒറ്റ പോയിന്റ് മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം അനുഭവങ്ങളാണ്. ഓക്കെ, എങ്ങനെയാണ് ബിഹേവിയർ മോഡിഫൈ ചെയ്യുക? ത്രൂ പ്രാക്ടീസ്. അപ്പൊ നല്ല ബിഹേവിയേഴ്സ് എന്ത് ചെയ്യണം? ലേണിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണം.
ആൻഡ് ട്രെയിനിങ്, അതിനുള്ള ട്രെയിനിങ് ടീച്ചേഴ്സ് നമുക്ക് തരണം. അതല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടണം. ആൻഡ് എക്സ്പീരിയൻസസ്, നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടണം അല്ലേ. നമുക്ക് സാധാരണ ഇപ്പോ ലേണിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ്. അറിയൂലേ നിങ്ങൾക്ക് വാട്ട് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്? ഓൺ ദ ജോബ് ട്രെയിനിങ് അതിൽ പഠിച്ചില്ലേ? എന്തിനു? ഓൺ ദ ജോബ് ട്രെയിനിങ് അതിൽ പഠിച്ചിട്ടുണ്ട്. ലേണിംഗ് ബൈ ഡൂയിങ്. ഇവിടെ സ്കൂളത്തെ സിസ്റ്റം, ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. കുട്ടികൾ ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അഥവാ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി നമ്മുടെ സ്കൂളിൽ ഫോളോ ചെയ്യേണ്ട രീതി. റൈറ്റ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ കുട്ടി പഠിക്കേണ്ടത് ആ ഭാഷ ഉപയോഗിച്ചാണ്. ഇപ്പം ഒരു സ്റ്റുഡൻറ്റും ഒരു ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ, അതല്ലെങ്കിൽ ഒരു ട്രാവലറും ഒരു ഡ്രൈവറും തമ്മിലുള്ള കോൺവെർസേഷൻ, അതല്ലെങ്കിൽ ഒരു മെർച്ചന്റും ഒരു കസ്റ്റമറും തമ്മിലുള്ള കോൺവെർസേഷൻ, ഇത് അവർ എക്സ്പീരിയൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടാണ് ആക്ച്വലി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ മീൻസ് ഞാനല്ല, ഈ ഇവിടെ 20 or 25 എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ടീച്ചർ ഓറിയന്റഡ് ആയിരിക്കും. ടീച്ചർ കുറെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ അതിന്റെ ഭാഗമായിട്ട് അവർ പഠിച്ചെടുത്ത് വന്നതായിരിക്കും. ഞങ്ങളൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടി DPP ആയി, ഇവിടെ ചെറിയ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായപ്പോഴേക്കും ശരിക്കും ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ഒക്കെ ആയിട്ടുണ്ട്. സോ അവിടെ കുട്ടികൾക്ക് കിട്ടുന്നത് പ്രാക്ടീസ്, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് ആണ്. സോ അതിലൂടെ മോഡിഫൈ സ്റ്റുഡൻസ് ബിഹേവിയർ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ലേണിംഗ്. ഇപ്പൊ ഇത് കേൾക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ലേണിംഗ്, നമ്മുടെ ടീച്ചിങ് ആണ് ആക്ച്വലി, സ്റ്റുഡൻസ് ലേണിംഗ് ആണ്. സോ അവർ ലേൺ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ നിന്ന് പോകുമ്പോഴേക്ക് അവർക്ക് നോളജ് കൊടുക്കണം, ഹാബിറ്റ് കൊടുക്കണം, ആറ്റിറ്റ്യൂഡ് കൊടുക്കണം, പ്രാക്ടിക്കൽ സ്കിൽസ് കൊടുക്കണം, സെൽഫ് എക്സ്പീരിയൻസ് കൊടുക്കണം, ബിഹേവിയർ ചേഞ്ച് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി പ്രാക്ടീസും ട്രെയിനിങ്ങും എക്സ്പീരിയൻസും കൊടുക്കാൻ നമുക്ക് പറ്റണം. ആൻഡ് അഡാപ്റ്റേഷൻ ഓഫ് ബിഹേവിയേഴ്സ്. എന്താണ് ബിഹേവിയർ? എങ്ങനെയാണ്? ഹൗ ക്യാൻ വി അഡാപ്റ്റ് ബിഹേവിയർ? അറിയോ? അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് അഡാപ്റ്റേഷൻ? ആരെങ്കിലും കമന്റ് ചെയ്യ്, ആരെങ്കിലും പറയൂ. നമുക്കൊരു സിറ്റുവേഷൻ ആയിട്ട് ഇണങ്ങാൻ പറ്റുക. സിറ്റുവേഷൻ മീൻസ് ഒരു ബിഹേവിയർ വേറൊരു ബിഹേവിയർ നമ്മുടെ ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ ഞാൻ ഇന്നലത്തെ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, ക്ലാസ് റൂം ഈസ് എ മിനിയേച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ? അവിടെ വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു പലതരത്തില് ഉള്ള സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും. സോ നമുക്ക് നമ്മുടെ ഒരു ബിഹേവിയർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇതിൽ നിന്ന് വേറൊരു നല്ല ബിഹേവിയർ, ഒരു നല്ല ഹാബിറ്റ് കാണുമ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യണം. അല്ലെ? നിങ്ങൾ അക്കൾച്ചറേഷൻ, അസിമിലേഷൻ എന്നൊക്കെ കേട്ടണോ? രണ്ട് കൾച്ചറുകൾ തമ്മിൽ കൂടിച്ചേരുന്നതാണ് ആക്ച്വലി. ഓക്കെ, സോ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യണം? കൾച്ചറൽ ട്രാൻസ്മിഷൻ നമ്മളിലേക്ക് എത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ബിഹേവിയർ അഡാപ്റ്റ് ചെയ്യണം, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നടത്തണം. അങ്ങനെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നടത്തുന്നതാണ് ലേണിംഗിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് മാത്രം കേട്ടാൽ മതി ഒരാൾ ഈ പ്രൊഫഷനിൽ രാജിവെച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ബുക്കിലുള്ളത് ഇങ്ങനെ വായിച്ച് പറഞ്ഞു കൊടുക്കാറേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന അധ്യാപകർ ഉണ്ടായേക്കാം. ദെൻ ആർ യു ദ റിയൽ ടീച്ചർ? ശരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ ലേണിംഗ് നടക്കുന്നുണ്ടോ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നമ്മൾ വളരെ ആത്മാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഈ ലേണിംഗ് എന്നുള്ളത് ഇതിന്റെ ഒരു ശരിക്കും ലേണിംഗ് നടക്കുന്നുണ്ടോ? ടീച്ചേഴ്സ് ഉണ്ടോ? നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്ത, നിങ്ങളായിട്ട് ശീലിപ്പിച്ച ഒരു ഹാബിറ്റ് പറയാമോ? റെസ്പെക്ട്, നമ്മളെ വിഷ് ചെയ്യുക, നമ്മളെ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മള് ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന വേ, അങ്ങനെ. ഗുഡ്. യുവർ നെയിം? അപർണ രാജേഷ്. അപർണ രാജേഷിന്റെ പേര് യൂട്യൂബിൽ ഇങ്ങനെ പാറി നടക്കൂട്ടോ. ഇത് റെക്കോർഡ് ക്ലാസ് ആണ്. കുഴപ്പമുണ്ടോ നിങ്ങക്ക്? ഇല്ല, ഓക്കെ ആണ്. ഒരിക്കലും ഇല്ല. കാരണം ഇനി റെക്കോർഡ് ക്ലാസ് കേൾക്കുന്ന ആളുകളെ എന്റെ ക്ലാസ്സിൽ ഒരു അപർണ രാജേഷ് ഉണ്ട് എന്ന് പറയണം. റൈറ്റ്. വരാത്ത ആളുകൾക്ക് നഷ്ടമാവണം. ഇതില് വന്ന ആളുകൾ നിർബന്ധമായിട്ട് നിങ്ങളൊരു സൈൻ,
നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. സോ ഷാൾ ഐ മൂവ്? Yes, sir, you can. യെസ്, ഗുഡ്. സോ ഇവിടെ നിങ്ങൾക്ക് ഡെഫിനിഷൻസ് ഉണ്ട്. സോ ഒരു ഡെഫിനിഷൻ ഉണ്ട്, 2 ഡെഫിനിഷൻസ് നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുമ്പോൾ അവിടെ ചിലപ്പോൾ 6 ഡെഫിനിഷനോ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ PPT-യിൽ എല്ലാ ഡെഫിനിഷൻസും ഇൻക്ലൂഡ് ചെയ്യില്ല. അതിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയതും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്നതുമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിരിക്കും നമ്മുടെ PPT-യിൽ ഉണ്ടാവുക. അതല്ല നിങ്ങൾക്ക് കുറെ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, 1, 2 മതിയാവില്ല, കുറെ വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെ, യു ഷുഡ് ഗോ ത്രൂ യുവർ PDF, യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. സോ ഇവിടെ സ്റ്റീഫൻ കെ ക്ലെയിൻ പറഞ്ഞു വെച്ച ഈ ഒരു സ്റ്റീഫൻ ബി ക്ലെയിൻ എന്നുള്ള ഒരാൾക്ക് ഇവിടെ ശരിക്കും പ്രസക്തി ഇല്ല കേട്ടോ. ഇവിടെ കുറച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള പ്രൊഫസർമാരും അതല്ലെങ്കിൽ എഡ്യൂക്കേഷനിസ്റ്റുകളും പറഞ്ഞ ഡെഫിനിഷൻസ് ആയിരിക്കും. ആ വ്യക്തികൾക്ക് വല്ലാത്തൊരു പ്രാധാന്യം നമ്മൾ ബുക്കിൽ കൊടുക്കണില്ല. റൈറ്റ്. സോ വാട്ട് ഈസ് the definition given here? Permanent change in behavior that result from experience. അപ്പം സ്റ്റീഫൻ പറഞ്ഞു വെച്ച ലേണിംഗിന്റെ ഡെഫിനിഷനിൽ നേരത്തെ പഠിച്ച അതേ പോയിന്റ്സ് ആണ്. അപ്പൊ പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് അല്ലെ. നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ പഠനം കൊണ്ട് എന്ത് ചെയ്യണം? സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. ദാറ്റ് റിസൾട്ട് ഫ്രം എക്സ്പീരിയൻസ്. ആ മാറ്റങ്ങൾക്ക് കാരണമായത് എന്താണ്? അവർ എക്സ്പീരിയൻസസ് ആണ്. റൈറ്റ്. So students should get some experiences. From that experience, they shall be able to change their behavior permanently. Got it? So, meaning of learning ചോദിക്കുകയാണെങ്കിലും definition of meaning learning ചോദിക്കുകയാണെങ്കിലും permanent change in behavior എന്നുള്ള ഒരു പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എഴുതാം. Not the points. നിങ്ങൾ ഇതിന്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടോ? അഥവാ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയണം. That means നമ്മൾ നേരത്തെ നമ്മൾ ഓരോ പോയിന്റ് പറഞ്ഞു. ഇപ്പൊ അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൾച്ചറൽ ട്രാൻസ്മിഷൻ, അങ്ങനെ ഇതിൽ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഇങ്ങനെ ജസ്റ്റ് സൂചിപ്പിച്ച് ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ ആ ടേം എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതെന്താന്നുള്ളത് നോക്കണം. ഓക്കെ. എല്ലാ ടേംസും ഇങ്ങനെ അതിന്റെ ഡെഫിനിഷനും അങ്ങനെ വിശദമായി പറയുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ടേം കിട്ടിയാൽ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതെന്താന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യേ അല്ലെങ്കിൽ ChatGPT നോക്കുകയൊക്കെ ചെയ്താലും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ കിട്ടും. റൈറ്റ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ സ്ലൈഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലേണിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആസ് എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകൻ, നിലവിലെ അധ്യാപകനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരു ഹാബിറ്റ് കുട്ടിയെ പഠിപ്പിച്ചോ, എൻ്റെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഞാൻ നോളജ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടോ, എൻ്റെ ക്ലാസ്സിൽ കുട്ടികളുടെ ബിഹേവിയർ ഞാനായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കണം. അത് പറ്റുമെങ്കിൽ നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കണം. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾ ഉണ്ടാക്കണം. സോ ഇഫ് ദർ ഈസ് ആൻസർ, യു വിൽ ബി എ ഗുഡ് ടീച്ചർ. റൈറ്റ്. സോ ഹിയർ വി ഹാവ് എ ഡെഫിനിഷൻ. എന്താണ് പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ? വാട്ട് ഈസ് ലേണിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ലേണിംഗ് ഈസ് പെർമനന്റ് മേക്കിംഗ് പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് റിസൾട്ട് ഫ്രം എക്സ്പീരിയൻസ്. ഓക്കെ. ഇനി കുറെ സൈക്കോളജിസ്റ്റുകൾ എഗ്രി ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, learning is relatively permanent change in an individual's behavior and attitude. ശ്രദ്ധിക്കാം, വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ. ചേഞ്ച് ഇൻ ബിഹേവിയർ. സോ വി റിപ്പീറ്റ് ദാറ്റ് പോയിന്റ് അഗെയിൻ. സോ ഇവിടെ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓവർ എ ടൈം, അതിനൊരു കാലാവധി വേണം അല്ലേ? നമുക്കറിയാം, നമുക്ക് ഡിഗ്രിയിൽ ഒരു കുട്ടി, ഗ്രാജുവേഷന് വേണ്ടി ഒരു കുട്ടി ജോയിൻ ചെയ്താൽ 3 വർഷം ആണ്, ഇപ്പോഴാണെങ്കിൽ 4 വർഷമാണ് ആ ഒരു ഗ്രാജുവേഷൻ ഉണ്ടാവുക. സോ ആ 4 വർഷത്തെ പീരീഡ് കൊണ്ട് ആ കുട്ടി ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടി മാറണം അല്ലെ? അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസസ്. സോ ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, ട്രെയിൻ ഉണ്ടാവണം, അവന്റെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇതെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ആസ് എ ടീച്ചർ എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ. മുന്നോട്ട് പോട്ടെ? ഓക്കെ. അപ്പം പിന്നെ ഈ ഒരു സ്ലൈഡിലേക്ക് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് ലേണിംഗ് ആണ് കേട്ടോ. ഈ ഒരു ഇതിലേക്ക് പോകും മുമ്പ് നമ്മൾ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഹാബിറ്റ് നന്നാക്കണം. അപ്പൊ നിങ്ങൾ BEd കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ടാവും ഒരു ടീനേജ് സ്റ്റുഡൻസിനാണ്, അത് ഹൈസ്കൂൾ സ്റ്റുഡൻസിനാണ്, UP ഹൈസ്കൂൾ ആണ്. ഓക്കെ.
സോ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് നമുക്ക് എന്ത് ഗുഡ് ഹാബിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് നമുക്ക് അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? ആർക്കെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റുമോ? ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കി കൊടുക്കണം, അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു സാധനം? അവർക്കൊരു പഞ്ച്വാലിറ്റി ഒക്കെ സെറ്റ് അങ്ങനെ ഇതാക്കി കൊടുക്കാനായിട്ട്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അത് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കണം. നമ്മൾ എങ്ങനെ കാണിക്കും? നമ്മൾ വീട്ടിലല്ലേ കൂടുതൽ സമയം. ലൈഫിൽ പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കുന്ന കാര്യമല്ലേ പറയണേ. ടീച്ചർ വീട്ടിൽ കുട്ടിയെ കൊണ്ടുപോവോ? ഓക്കെ, വേഗം പറയട്ടോ, നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ടീച്ചർ കറക്റ്റ് സമയത്ത് എത്തണം. ഓ, അതോടുകൂടി കുട്ടികൾ ഫുള്ള് പങ്ക്ച്വലായി എല്ലാ സ്ഥലത്തും കുട്ടികൾ പങ്ക്ച്വലായിട്ട് എത്തുന്നതാണോ ടീച്ചർ പറയണേ? അവരുടെ കാര്യം അവര് തന്നെ കറക്റ്റ് പഞ്ച്വലായിട്ട് ചെയ്ത് കാണിക്കാനായിട്ടൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞ എല്ലാവരും കറക്റ്റ് ഇത് വരുമോ? അങ്ങനെയല്ല, ത്രൂ പ്രാക്ടീസ് അങ്ങനെ വന്ന് അവര് പഞ്ച്വലാകും. ഓക്കെ, കുറച്ച് ലൈഫ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. എന്തായിരുന്നു? സ്റ്റോറീസ്, റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. സ്റ്റോറിക്ക് കേൾക്കോ സാർ? ചെയ്യാം, ഞാൻ നോ എന്ന് പറയുന്നില്ല. പ്രാക്ടിക്കലി ഞാനൊക്കെ ഒരു ടിപ്പ് പറഞ്ഞിട്ടേ. ഇപ്പൊ ഇവര് ആരോ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞല്ലോ. സോ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അവർക്കൊണ്ട് അവരുടെ സ്വപ്നത്തിലുള്ള, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ഷെഡ്യൂൾ, ഒരു ടൈം ഷെഡ്യൂൾ അവർക്കൊണ്ട് ഉണ്ടാക്കിപ്പിക്കണം. അഥവാ എണീക്കുന്ന സമയം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം, അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പ്രിപ്പറേഷന്റെ സമയം, അല്ലെങ്കിൽ എക്സസൈസിന്റെ സമയം, സ്കൂളിലേക്ക് വരുന്ന സമയം, സ്കൂൾ വിട്ട് വീട്ടിലെത്തേണ്ട സമയം, കളിക്കാനുള്ള സമയം, അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള സമയം, രാത്രി ഉറങ്ങുന്ന സമയം വരെയുള്ള കുറെ കാര്യങ്ങൾ അവരെ കൊണ്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ ആ ലിസ്റ്റ് ഔട്ട് ചെയ്യും മുമ്പ് അവരോട് എന്ത് പറയണം? നമ്മളൊക്കെ ഐഡിയൽ പേഴ്സൺസ് ആവണം, സൊസൈറ്റിയിൽ നമുക്ക് വാല്യൂ ഉണ്ടാവണം, നമ്മളെ കണ്ട് നമ്മുടെ താഴെയുള്ള ആളുകൾ പഠിക്കണം, നമ്മളോട് വേറൊരാള് കമ്പൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണം. ഇങ്ങനെ പറഞ്ഞൊരു മോട്ടിവേഷൻ കൊടുക്കണം. ഓക്കെ, മേക്കിംഗ് ദെയർ മൈൻഡ് പോസിറ്റീവ്. അങ്ങനെ പോസിറ്റീവായി നിൽക്കുന്ന മൈൻഡിനോട് നിങ്ങൾ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കൂ, നിങ്ങളുടെ ഒരു ഡ്രീം സ്കെഡ്യൂൾ ഉണ്ടാക്കൂ എന്ന് പറയുമ്പോൾ അവരൊരു ഐഡിയൽ സ്കെഡ്യൂളാണ് ഉണ്ടാക്കുക. ശരിയല്ലേ? റൈറ്റ്? അപ്പൊ അത് അവരുണ്ടാക്കിയിട്ട് അവരുടെ പുസ്തകത്തിൽ അത് എഴുതി വെക്കാനും അവരുടെ റൂമിൽ അത് പേസ്റ്റ് ചെയ്യാനും പറയണം. അഥവാ റൂമിൽ അവരെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് അവരുടെ ഒരു ഐഡിയൽ സ്കെഡ്യൂള് അത് ഡിസ്പ്ലേ ചെയ്യാൻ പറയണം. എന്തിനാണ് അറിയോ അങ്ങനെ പറയണത്? എന്തിനാണെന്ന് അറിയാമോ? അവരുടെ കോൺഷ്യസ് മൈൻഡ് അവരെങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അത് ലംഘിച്ചാൽ അവരുടെ കോൺഷ്യസ് മൈൻഡ് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അവർ പതുക്കെ ആ ഒരു സ്കെഡ്യൂളിലേക്ക് കുറച്ചെങ്കിലും വരും. അപ്പൊ അതിന്റെ പ്രോഗ്രസ് ടീച്ചർ അടുത്ത ആഴ്ച ചോദിക്കണം. കൃത്യമായി ഫോളോ ചെയ്തവരുണ്ടോ, കൃത്യമായി ഫോളോ ചെയ്യാത്തവരുണ്ടോ, കൃത്യമായി ഫോളോ ചെയ്തവർക്ക് അവർക്കുള്ള റിവാർഡ്സ്, അല്ലെങ്കിൽ അവർക്കുള്ള മോട്ടിവേഷൻ, അവർക്കുള്ള സ്കഫോൾഡിങ് കൊടുക്കണം. ആൻഡ് പിന്നെ കൃത്യമായി സ്കെഡ്യൂൾ ചെയ്യാൻ കഴിയാത്ത ആളുകൾക്കുള്ള മോട്ടിവേഷൻ കൊടുക്കണം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? പതുക്കെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ടീച്ചർ അവരുടെ കൂടെ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുന്നു, ടീച്ചർ അത് ഫോളോ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ ടീച്ചർ റോൾ മോഡൽ ആവാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കൂടെ എങ്ങനെ ബാക്കിയുള്ള കുട്ടികളും ഒരു സ്കെഡ്യൂളിലേക്ക് വരും. അങ്ങനെ ഗുഡ് പങ്ക്ച്വാലിറ്റി എന്നുള്ള ഒരു സംഭവത്തിലേക്ക് നമുക്ക് കുട്ടികളെ എത്തിക്കാം. ഇത് മാത്സ് ടീച്ചർക്കും പറ്റും, കൊമേഴ്സ് ടീച്ചർക്കും പറ്റും, സയൻസ് ടീച്ചർക്കും പറ്റും, ഇംഗ്ലീഷ് ടീച്ചർക്കും പറ്റും, അറബി ടീച്ചർക്കും പറ്റും, കമ്പ്യൂട്ടർ ടീച്ചർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. റൈറ്റ്? ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വർക്ക്ഔട്ട് ചെയ്യോ? ഇപ്പൊ നിലവില് വർക്കിംഗ് പീപ്പിൾ ആയിട്ടുള്ളവരൊന്ന് വർക്ക്ഔട്ട് ചെയ്യോ? ടീച്ചേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മക്കളിലൊന്ന് വർക്ക്ഔട്ട് ചെയ്യോ? ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് വീക്കിൽ എന്നോട് പറയണം കേട്ടോ.
Okay, sir. ഓക്കെ സർ. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഞാൻ ഈ ക്ലാസ്സിനിടയിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള സൈക്കോളജിക്കൽ ടിപ്സ് തരും, അതുപോലെ തന്നെ ക്ലാസ് റൂം സ്ട്രാറ്റജീസ് തരും, നമുക്കുള്ള ടീച്ചിങ് എന്താ പറയാ ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിംസ് അങ്ങനത്തെ സംഭവങ്ങൾ തരും. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം, അത് സ്റ്റുഡൻസിന് കൊടുക്കണം. കൊടുക്കുവോ? കൊടുക്കും. യെസ് സർ, ഷുവർ. Yes, sir. Yes, sir. Sure. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ നേരെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് ലേണിംഗ് ആണ്. ലേണിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അല്ലെ, എലമെന്റ്സ്. സോ ഒന്ന് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. ഈ പോയിന്റ് ഇനിയും ഞാൻ പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾ എന്നെ തല്ലാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്നുള്ള പോയിന്റ്? ഇല്ലേ, 2-3 പ്രാവശ്യം പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, സ്റ്റക്കായി നിൽക്കണം. അതല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ, അല്ലെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ബിഹേവിയർ എന്നുള്ള പോയിന്റ് ഫസ്റ്റ് വരണം കേട്ടോ. നമുക്ക് ലേണിംഗ് എവിടെ കേട്ടാലും ഓക്കെ, സ്വഭാവത്തിലുള്ള മാറ്റം, അല്ലെങ്കിൽ സ്വഭാവത്തിലുള്ള മാറ്റം എന്ന് നമുക്ക് ഫസ്റ്റ് വരണം. വരുമോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയണേ, ഡു നോട്ട് ഫോൾ അണ്ടർ ലേണിംഗ്. ലേണിംഗിന്റെ അണ്ടറിൽ വരാത്ത കുറച്ച് സംഭവമുണ്ട്. അഥവാ പഠനം കൊണ്ടല്ലാതെയും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, അല്ലെ? അഥവാ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട്. എന്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറഞ്ഞാല്? ആരുല്ലേ? അറിവുള്ള ആരുല്ലേ? ഹലോ ഹലോ, എന്റെ വോയിസ് കട്ടായതാണോ അതല്ല നിങ്ങൾക്ക് അറിയാത്തോണ്ടാണോ? അറിയാത്തോണ്ടാണ്. അറിവില്ലായ്മ തെറ്റല്ല, അത് പ്രശ്നമാക്കണ്ട. അഥവാ അറിവില്ലായ്മ പ്രശ്നമല്ല, പക്ഷെ നിങ്ങള് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആക്ച്വലി. അത് മുമ്പേ കിട്ടണ ഒരു നമ്മളിലുള്ള ഒരു സംഭവം, ബിഹേവിയർ, ഉള്ളിലുള്ള ഒരു സംഭവം. ഓക്കെ, ജന്മന കിട്ടുന്ന അങ്ങനെ സഹജമായിട്ടുള്ള നാച്ചുറൽ ആണ്, ഇൻഹറന്റ് ആണ്, അല്ലെ? ഓക്കെ, അതന്നെ അതിന്റെ മീനിങ്. അത് നമുക്കില്ലേ ഓൾറെഡി ഒരാളുടെ ലൈഫിൽ ഉണ്ട്. ഈ പറഞ്ഞ പിന്നെ ഒരാൾ ഭയങ്കര പങ്ക്ച്വൽ ആണ്. ഓക്കെ, പങ്ക്ച്വൽ ആണെങ്കിൽ പിന്നീട് അത് നമ്മളെ ലേണിംഗിൽ നിന്ന് കിട്ടിയതാവണമെന്നില്ല. അതാ കുട്ടിക്ക് ചിലപ്പം എന്താണ് നമ്മുടെ ജനറേഷൻ ത്രൂ കിട്ടിയതായിരിക്കാം, അല്ലെ? പിന്നെ മെച്ചുറേഷൻ. അപ്പൊ മെച്ചുറേഷൻ ഇതുപോലെ ലേണിംഗിന്റെ ഭാഗമല്ലാതെ കിട്ടാം. എന്താണ് മെച്ചുറേഷൻ, മെച്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാല്? പക്വത. പക്വത എങ്ങനെ കിട്ടുക? ലേണിംഗ് ത്രൂ പക്വത കിട്ടാം കേട്ടോ, കിട്ടൂല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ പക്വത കിട്ടാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ പറയുക? എക്സ്പീരിയൻസ് ആണ്. എന്തോ എക്സ്പീരിയൻസ് എന്നല്ല, എക്സ്പീരിയൻസ് അല്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ വേറൊരു ഘടകമുണ്ട്, മെച്ചുറേഷൻ അല്ലെങ്കിൽ മെച്യൂരിറ്റി. ഇങ്ങനെ കൂടി വരാന് വേറൊരു സാധനം കൂടി വന്നാൽ മതി. നിങ്ങളെ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്തൊരു ടേമാണത്. ഏജ്. ഞാൻ ഇനിയൊരു രഹസ്യമായിട്ട് ചോദിക്കട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ ഏജ് കൂടുതൽ ഉള്ളത് ആരാന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു റെക്കോർഡഡ് ക്ലാസ്സിലൊക്കെ അങ്ങനെ ഓപ്പണായി പറയാൻ കഴിവുള്ള അല്ലെങ്കിൽ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ 26 ആണ്. അതിൽ കൂടുതൽ എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, 26 അല്ലല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവൂലേ? 28 ഉണ്ട്. ഞാൻ 27. ഓക്കെ. ഓ, എന്താ പറയണേ? ഓക്കെ, റൈറ്റ്. സോ ഓക്കെ, നമുക്ക് എന്താ ചില ബിഹേവിയേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഹറന്റ് ആയിട്ടൊക്കെ കിട്ടും. ചിലത് മെച്ചുറേഷൻ ത്രൂ കിട്ടും, അല്ലെ? നമുക്ക് ഇങ്ങനെ ഏജ് ആകുമ്പോ പിന്നെ വരുന്ന ചില പക്വത ഉണ്ട്, ഇല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ആരെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക? ഒരു 10ാം ക്ലാസ്സുകാരനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവോ? അതല്ല നമ്മളെ ഫാമിലി ഏറ്റവും മുതിർന്ന ഒരാളെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക?
മുതിർന്നവർ. അതെന്തുകൊണ്ടാ? കല്യാണം ആലോചിക്കാന് മുതിർന്ന ആളുകൾക്ക് പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടോ? അവർക്ക് അതിനുള്ള പക്വത ഏജ് ഒക്കെ ഉണ്ട് അതിനുള്ള. അവർക്കാണ് പക്വത കൂടുതൽ എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇതിന് മെഡിസിൻ ആണ് അല്ലെ? മെഡിസിൻസ് കഴിച്ചാൽ നമ്മുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് ഇനിയിപ്പോ മെഡിസിൻസ്, ഡ്രഗ്സ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ പോവാം. MDMA ഒക്കെ അടിച്ചാലൊക്കെ നല്ല ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. കൂടുതൽ ഞാൻ പറയുന്നില്ല. സോ എനിവേ, അപ്പം ലേണിംഗിന്റെ ഭാഗമല്ലാതെയും നമുക്ക് എന്തുണ്ടാവാം? ബിഹേവിയറൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഉണ്ടാവാം, ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവാം. ഓക്കെ, അതൊരു ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് കേട്ടോ. ആൻഡ് ദ മോഡിഫിക്കേഷൻ ഷുഡ് ബി പെർമനന്റ്. ലേണിംഗ് ത്രൂ നമ്മളിൽ ഉണ്ടായ ചേഞ്ച് പെർമനന്റ് ആവണം. നേരത്തെ പറഞ്ഞതാണ്, ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. Then it is an important elements of learning. എന്തൊക്കെയാണ് അറിയാം? പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളജ്. ഒരാള് ലേണിംഗിലേക്ക് ചെന്നാൽ അഥവാ പഠിക്കാൻ വേണ്ടി ചെന്നാല് അക്വയറിംഗ് നോളജ്. എന്താണ് അക്വയറിംഗ് നോളജ് പറഞ്ഞാല്? അക്വിസിഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ലഭിക്കുക, കിട്ടുക എന്നുള്ള അർത്ഥം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ലേണിംഗ് ആൻഡ് അക്വിസിഷൻ തമ്മിലുള്ള വ്യത്യാസം? ലേണിംഗ് നോളജ് പറഞ്ഞാൽ പോരെ? നേടിയെടുക്കുക എന്നുള്ള. അപ്പൊ ലേണിംഗോ? പഠിച്ചെടുക്കുക അല്ലെ? അക്വയർ എന്ന് വെച്ചാൽ നമ്മള് പല സ്ഥലത്തും നമുക്ക് അക്വയർ ചെയ്യാം. ലേണിംഗ് പറ്റില്ല, ഒരേ സ്ഥലത്ത് നിന്ന് മാത്രം ലേണിംഗ് കിട്ടുള്ളൂ. അതല്ല. വാട്ട് ആർ ദ ഡിഫറൻസസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേണിംഗ് ആൻഡ് അക്വിസിഷൻ? അതാണ് ക്വസ്റ്റ്യൻ. സർ, നമ്മൾ നാച്ചുറൽ ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെ അക്വയർ ചെയ്യുന്നതിനെ നമ്മൾ അക്വിസിഷൻ എന്ന് പറയാം. യെസ്, ഗുഡ്. അപ്പൊ ലേണിംഗോ? ലേണിംഗ് അത് നാച്ചുറൽ അല്ലേ? നമ്മള് ലേണിംഗ് നാച്ചുറൽ. ഇപ്പൊ നമ്മൾ മദർ ടങ് എന്ന് പറയുന്നത് നമ്മൾ അക്വിസിഷൻ സബ് കോൺഷ്യസ് വഴി നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ പാരന്റ്സ് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് നമ്മൾ ആ ഒരു നമ്മളെ മദർ ടങ് നമ്മൾ പഠിക്കുന്നത്. കാരണം നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ സംസാരിക്കാൻ ഇങ്ങനെ പറഞ്ഞ് ഓരോ ആൽഫബറ്റ്സ്, ലെറ്റേഴ്സ്, അക്ഷരം. നിങ്ങൾ ഈ രണ്ട് ടേംസ് പഠിച്ച ആളാണോ? ഞാന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളോട് എനിക്ക് സംസാരേ ഇല്ല, വർത്താനേ ഇല്ല. ഞാൻ ആക്ച്വലി പഠിക്കാത്ത ആളുകളുടെ പത്രം കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പഠിച്ച ആളുകളുടെ ഡെഫിനേഷൻ എനിക്ക് വേണ്ട. കാരണം അവരത് കൃത്യമായിട്ട് പറയും. കാരണം അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്, അത് ഓട്ടോമാറ്റിക് ആണ്, അൺകോൺഷ്യസ് പ്രോസസ് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞാല് അത് പിന്നെ വളണ്ടറി ആണ്, ഡിഫിക്കൽട്ട് ആണ് എന്നൊക്കെ പറയും അല്ലേ? അതിനൊരു എഫേർട്ട് വേണം, വളണ്ടറി എഫേർട്ട് ഇടണം എന്നൊക്കെ പറയും. സോ ദാറ്റ് ഈസ് റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് കൃത്യമായ പോയിന്റ് ആണ്. പക്ഷെ ഞാൻ അറിയാത്തവർക്ക് എന്തെങ്കിലും അറിയോ നോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ചോദിച്ചാണ് കേട്ടോ. നിങ്ങൾ പേരെന്തിരുന്നു? അപർണ. ഓക്കെ, അപർണ ഒരു വെല്ലുവിളിയാണ്. ഓക്കെ, അപർണ എന്ത് ചെയ്യണേ? സർ, ഞാൻ കറന്റ്ലി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഞാനൊരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഓക്കെ, വെരി ഗുഡ്. രണ്ട് ഡൈവേഴ്സ് പ്രൊഫഷൻസ് ആണ് അല്ലേ? അതെ, പിന്നെ ആങ്കറിംഗ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ്. മതി. Enough qualified. So important elements of learning ആണ് ആക്ച്വലി. സോ അതെന്താണ്? പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലേണിംഗിന്റെ ഭാഗമായിട്ട് നോളജ് അക്വയർ ചെയ്യണം. നമ്മൾ സ്വന്തമായി അറിവുകളെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ദെൻ അതിന്റെ ഒരു എഫക്റ്റ് ആണ്. സോ ലേൺഡ് ആയ ആളുകളിൽ അതൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. ദാറ്റ് മീൻസ് അതിൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകും, അതിൽ നമ്മുടെ മെച്യൂരിറ്റിന്റെ ഭാഗങ്ങൾ ഉണ്ടാകും, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ലേണിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടും. ആൻഡ് നാച്ചർ ഓഫ് എഫക്റ്റ് ഉദ്ദേശിക്കുന്നത് ആ ഓരോ എഫക്റ്റിനും അതിൻ്റെതായ രീതികളും ഉണ്ട്, നാച്ചുറുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറെ ഇമ്പോർട്ടന്റ് പാർട്സ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയണമെന്നില്ല. അതൊരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ആ മോഡിഫിക്കേഷൻ എന്നുള്ളത് ഒരു പെർമനന്റ് ആണ്. അതേപോലെ തന്നെ അതിനൊരു അക്വിസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അക്വയറിംഗ് നോളജ് ആണ്. അതിന് എഫക്റ്റ് ഉണ്ട്, ആ എഫക്റ്റിന് ചില നാച്ചുറലുകൾ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് അതിൽ പറയുന്നുള്ളൂ. ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം അല്ല കേട്ടോ. അഥവാ ലേണിംഗിന്റെ എലമെന്റ്സ് മുമ്പേ പറഞ്ഞപ്പോ ഇവിടെ പറയാണ് ചില ഇന്ത്യൻ റൈറ്റേഴ്സ് ചില പോയിന്റ്സുകളെ അഥവാ
ലേണിങ്ങിന്റെ മറ്റു ഫീച്ചേഴ്സിനെ എലമെന്റ്സ് ആക്കി പറയുന്നുണ്ട് എന്നുള്ളൊരു ക്രിറ്റിസിസം ആണ് ആക്ച്വലി. അപ്പൊ ഇതെന്തല്ല, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് കാണാതെ പഠിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ പറയുന്ന പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ലേണിംഗ് ഈസ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ. അപ്പൊ ലേണിംഗ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ്. അത് ഇതൊരു എലമെന്റ്, ദാറ്റ് മീൻസ് അതിന്റെ ഒരു ഘടകമാക്കി തന്നെ പറയണമെന്നില്ല എന്നുള്ള ഒരു പോയിന്റ്സാ പറയുന്നത് കേട്ടോ. ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ ചില തെറ്റായ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടാണ്. അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല, ഒരു ഭാഗത്ത് ചെറുതായിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇത് ഈ സ്ലൈഡിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. കാരണം ഇത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കൂടി ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കൊളാബറേറ്റീവ് സ്കിൽ. ഇതൊരു കൊളാബറേറ്റീവ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എന്തുണ്ട്, മറ്റൊരു ഇൻഡിവിജ്വൽ സ്കിൽസ് ഒക്കെ ഇതിൽ അപ്ലൈഡ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പം ഇതിനെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് വെച്ചാൽ ഇതിന് എലമെന്റ്സ് ആക്കിയിട്ടാണ് ഇന്ത്യൻ റൈറ്റേഴ്സ് ഉൾപ്പെടുത്താറുള്ളത്. പക്ഷെ ഇതൊരു എലമെന്റ്സ് മാത്രമായി നിൽക്കുന്ന പോയിന്റ്സ് അല്ല എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ്. അതുകൊണ്ട് ഇതിലേക്ക് വല്ലാണ്ട് ഫോക്കസ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇനി നമ്മൾ നേരെ അതിന്റെ നാച്ചർ ഓഫ് ലേണിംഗിലേക്ക് പോവാണ്. എനിക്കറിയാം സമയം കുറച്ച് സമയങ്ങളായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു 1 hour ആണ് ഇതിന്റെ ഒരു ലെങ്ത് ഉണ്ടാവും കേട്ടോ. പക്ഷെ എനിക്ക് അതിന് മുമ്പ് ബോറടിക്കൊക്കെ ആണെങ്കിൽ സാറേ ഇന്നിപ്പോ ഇത്ര മതി എന്നൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ പറയാതൊക്കെ പറയാം. റൈറ്റ്, ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്, അതുകൊണ്ട് ഈ ഒരു നാച്ചുറൽ ഓഫ് ലേണിംഗിന്റെ കുറച്ച് ഭാഗം കൂടി പറഞ്ഞപ്പോൾ നിർത്തും. റൈറ്റ്, സോ എന്താണ് ലേണിംഗ്, അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ലേണിംഗ് ഈസ് യൂണിവേഴ്സൽ. നമുക്കറിയാം അല്ലെ, ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും അമേരിക്കയിൽ പോയാലും ഏത് ഉഗാണ്ടയിൽ പോയാലും അവിടെ കാണാവുന്ന ഒന്നാണ് ലേണിംഗ് എന്നുള്ള സംഭവം. ഈ പോയിന്റ് കൃത്യമല്ലേ, കറക്റ്റ് അല്ലേ? ഹലോ, യെസ്. Then second one is continuous. ആ പോയിന്റ് നിങ്ങളുടെ അഭിപ്രായം എന്താ? ലേണിംഗ് കണ്ടിന്യൂസ് ആണോ? നമ്മൾ ജനിച്ചു മുതൽ മരിക്കോളം പഠിക്കണോ? ഓക്കെ, ഫോർമൽ ലേണിംഗ് കണ്ടിന്യൂസ് ആ? ഇവിടെ ലേണിംഗ് എന്നുള്ളതിനെ ഫോർമൽ, ഇൻഫോർമൽ, നോൺ ഫോർമൽ എന്നൊക്കെ പറഞ്ഞിട്ട് ലേണിംഗ് ശരിക്കും ആക്ച്വലി 3 തരത്തിലൊക്കെ ഉണ്ട്. അതിവിടെ പ്രതിപാദിക്കണില്ല, അതിവിടെ മെൻഷൻ ചെയ്യണില്ല. പക്ഷെങ്കിലും ദാറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലെ. നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചാൽ അതിന്റെ എൻഡ് എത്തോളം നമ്മൾ എന്ത് ചെയ്യും, അത് കണ്ടിന്യൂസ് ആയി തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു ആഴത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ദെൻ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആണ്. നമ്മുടെ പെർഫോമൻസിനെ ആക്ച്വലി ദാറ്റ് ഷാൽ ബി ഇംപ്രൂവ്ഡ് അല്ലെ. ആൻഡ് പേർപ്പസീവ് ആണ്, എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ടാവും. ആക്ച്വലി ലേണിംഗ് ആൻഡ് ടീച്ചിങ്, അതില് ഓരോ പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അതിന് കൃത്യമായ പേർപ്പസ്, എയിം, ഒബ്ജക്റ്റീവ് എന്നിവ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ലഞ്ച് ബ്രേക്കിന് കൃത്യമായ പേർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർവെല്ലിന് കൃത്യമായ പേർപ്പസ് ഉണ്ട്, ബ്ലാക്ക് ബോർഡിന് പേർപ്പസ് ഉണ്ട്. അങ്ങനെ സ്കൂളിലെ ഓരോന്നും, ഓരോ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഓരോ എലമെന്റ്സും എന്തുണ്ട്, കൃത്യമായ പേർപ്പസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ടൂർ പോണത്? അതിന്റെ എയിം എന്താ, പേർപ്പസ് എന്താ? ടൂർ പോകുന്നതിന് എക്സ്പ്ലോർ ചെയ്യാൻ, സാറ്റിസ്ഫാക്ഷൻ, എക്സ്പ്ലോർ, അതിന്റെ അപ്പുറത്ത് വേറെ എന്റർടൈൻമെന്റിന്റെ അപ്പുറത്ത് വേറെ പോയിന്റ് എക്സ്പീരിയൻസ്, പുറമേയുള്ള എക്സ്പീരിയൻസ്. അതിന്റെ അപ്പുറത്ത് ഈ കുട്ടികൾക്കിടയിലുള്ള കോഓപ്പറേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും പഠിപ്പിക്കാനാണ്. ഓക്കെ, അതാണ് ടൂറിന്റെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവെൽ. എന്തിനാ ആക്ച്വലി? റീഫ്രഷ്, ടു റീഫ്രഷ് ഉണ്ടോ, റീഫ്രഷ്. ഇന്റർവെല്ലിന് നമ്മൾ എന്താ പറയാ, പുറത്തിറങ്ങരുത് അല്ലെ, അടങ്ങിയിരുന്നോളണം, ഒച്ച ഉണ്ടാക്കരുത്, ഓടിക്കളിക്കരുത്, എന്തൊക്കെ പറയല് ഇന്റർവെല്ലിനെ കുറിച്ചിട്ട്? ആ വർക്ക് ബാക്കിയുള്ളത് ചെയ്യണം പറയാറില്ലേ? പറയാറുണ്ടോ? പറയാറുണ്ട്. അപ്പൊ ഇനി ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്കൂളിൽ നിന്ന് രാജിവെപ്പിക്കാൻ ഞാൻ പറയും. ഇന്റർവെൽ എന്നുള്ളത് റിഫ്രഷ് ചെയ്യാനാണ്. നിങ്ങൾ പറയേണ്ടത് ഒരാൾ ബെഞ്ചിൽ ഇരിക്കരുത്, ആരും ഒറ്റയ്ക്ക് നടക്കരുത്, ആരും ബാത്റൂം പോകാതിരിക്കരുത് എന്നല്ലേ പറയേണ്ടത് അല്ലെ? അവരുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് ഈ 3ഉം റിഫ്രഷ്ഡ് ആവണ്ടേ? ഓക്കെ, അപ്പൊ ഇനി മുതൽ അങ്ങനെ പറയണം കേട്ടോ. അവിടെ ഇരിക്കണം, അടങ്ങിയിരിക്കണം, ഓടരുത്, ചാടരുത്, അങ്ങനെ പറയരുത്. കുട്ടികൾ ഓടണം, ചാടണം, കളിക്കണം, ഒക്കെ ചെയ്യണം കേട്ടോ. ദെൻ മൾട്ടിപ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റീവ് എന്നാ പറഞ്ഞത്. ലേണിംഗ് എന്ന് പറഞ്ഞാല് വ്യത്യസ്തമായതാണ്. കാരണം
നമുക്കറിയാം സബ്ജക്റ്റുകൾ പലതാണ്, അല്ലെ, സ്കില്ലുകൾ പലതാണ്, എക്സ്പീരിയൻസസ് പലതാണ്. അങ്ങനെ നമ്മൾ സാധാരണ ഈ കുട്ടിയോട് പറയാറില്ലേ, ടീച്ചർക്ക് ഒരു സബ്ജക്ട് പഠിച്ചാൽ മതി, ഞങ്ങൾക്ക് 5 പഠിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 10 പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? സോ അതേപോലെ മൾട്ടിപ്പിൾ ആണ് അല്ലെ, ഇന്റഗ്രേറ്റീവ് ആണ്, അഥവാ നമ്മൾ പലതും ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഗെയിൻഡ് ബൈ എക്സ്പീരിയൻസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ലേണിംഗ് ഈസ് ഈക്വൽ ടു എക്സ്പീരിയൻസിങ് എന്നുള്ളതാണ്. കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സോ ആ ലക്ഷ്യം വിട്ട് നമ്മൾ കളിക്കരുത് എന്നുള്ളതാണ് ലേണിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു സ്ലൈഡ് കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്, അഥവാ ഒരു കുട്ടിന്റെ പഠനം കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ അതിന് 14 കാരണങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിലുള്ളത് 14 കാരണങ്ങളാണ്. ഇതിന് പുറത്ത് നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. ഒന്ന് മോട്ടിവേഷൻ ആണ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. എന്താ ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല്? മോട്ടിവേഷന്റെ കുറവ്. മോട്ടിവേഷന്റെ കുറവ്. ഈ ലാക്കിന്റെ സ്പെല്ലിംഗ് പറയാ പിന്നെ ഒരു ലക്ഷക്കണക്കിന് മോട്ടിവേഷൻ ഒക്കെ ആവും അല്ലെ? ലാക്കിന്റെ സ്പെല്ലിംഗ് മാറിപ്പോയ ആർക്കെങ്കിലും ഇതുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? ആ, LACK എന്ന്, LACK എന്താ, ഏത് ലാക്കാ? അഭാവം അല്ലേ? ലക്ഷ്യത്തിന്റെ ലാക്ക് ഏതാ? ഓക്കെ, ഞങ്ങൾ പണ്ട് ഞാൻ ഫൈസാറൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തില് ഒരു കുട്ടിക്ക് നമ്മളൊരു അന്ന് ഫൈസാർ ഉണ്ടോന്ന് എനിക്കറിയില്ല, പിന്നെ ഒരു സാമ്പത്തിക സഹായം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്ന് ഞാൻ അതിൻ്റെയൊക്കെ ഫസ്റ്റ് മുന്നിലിട്ട് ഇറങ്ങിയ അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 5,50,000 രൂപയാണ് നമുക്ക് കിട്ടി. 5,50,000 ഐ തിങ്ക്, അതോ 3,50,000 എനിക്ക് പെട്ടെന്ന് ഓർമ്മയിട്ടില്ല. എനിവേ, ഇപ്പൊ നമ്മളതില് ഇതുണ്ടല്ലോ, ഏത് എന്താണ്, ചെക്ക് ലീഫിന്റെ പ്രിന്റ് ഔട്ട് എടുക്കൂലേ, ഫ്ലെക്സ് പോലെ വലുതാക്കി അടിക്കൂലേ? ഓക്കെ, അങ്ങനെ പ്രിന്റ് ചെയ്ത് വന്നപ്പോ, പ്രിന്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നമ്മളിങ്ങനെ പ്രൂഫ് നോക്കുമ്പോ അതില് പിന്നെ 5 lakh എന്നുള്ളത് LACK എന്നാ കൊടുത്തിക്കണേ. എന്തു ചെയ്യും? ആ ഒരു സിറ്റുവേഷൻ എന്ന് ആലോചിച്ചാൽ നിങ്ങള് അല്ലെ, 5 കുറവുകളാണ് നമുക്ക് കൊടുക്കാൻ പോണേ. ശരിക്കും കൊടുക്കേണ്ടത് 5 ലക്ഷമാണ്. അപ്പം അങ്ങനെ ഈ ലാക്ക് എന്നുള്ള വാക്ക് അവിടെ കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു ഇൻസിഡന്റ് ആണ് 2014 ഇതിലൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ മോട്ടിവേഷൻ ഒന്ന്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം? ഒരു കുട്ടിനെ പഠിക്കാൻ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം? ഹലോ ടീച്ചേഴ്സ്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വേർഡ്സ് ത്രൂ കൊടുക്കാം. അതല്ലേ നിങ്ങൾ പറയണേ, വേർഡ്സ് ത്രൂ കൊടുക്കാം. അല്ലാണ്ട് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം? ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, വേറെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം? വേഗം പറയും. ലൈഫ് എക്സ്പീരിയൻസുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മള് വേർഡ്സ് നമ്മൾ പറഞ്ഞു. നമ്മുടെ സംസാരത്തിലൂടെ മോട്ടിവേറ്റ് ചെയ്യാം, ഗിഫ്റ്റിലൂടെ മോട്ടിവേറ്റ് ചെയ്യാം. വേറെ നമ്മളെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് നമ്മളെ ലൈഫ് കണ്ടിട്ട് ഒരു പ്രചോദനമായിട്ടൊക്കെ മോട്ടിവേറ്റ് നമ്മൾ ചെയ്ത് അവർക്ക് കാണാനുള്ള അവസരം കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യാം. വേറെ നെക്സ്റ്റ് കഴിഞ്ഞോ? ഫിനാൻഷ്യൽ ആയിട്ട് സഹായിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. എങ്ങനെ? കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഞാൻ അടിച്ചെന്നാ കേട്ടതേ, കയ്യിന്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അടിച്ച് മോട്ടിവേറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്കല്ലേ അവരെ ജസ്റ്റേഴ്സ് നമ്മുടെ ആക്ഷൻ കൊണ്ടും അതുപോലെ തന്നെ അവർക്കൊരു പ്ലേസ് കൊടുക്കുക, അവർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുക, പ്ലേസ് മാറ്റിയിരുത്തുക, ലീഡർ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാർ ഓഫ് ദ ഡേ ആക്കി കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ക്യാപ്പ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യുക, അവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, അസംബ്ലിയിലേക്ക് വിളിപ്പിക്കുക, സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുക, എന്നിട്ട് അവിടെ നിന്നൊക്കെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. മിനിമം 10 വേസ് ഓഫ് മോട്ടിവേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നും ഒരുപോലെ ചെയ്യരുത്. മനസ്സിലായോ? നിങ്ങളുടെ ഞാനൊരു ടിപ്പ് പറഞ്ഞേ.
നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളൊരു എക്സ്ട്രാ ചെയർ ഇടുന്നു സങ്കല്പിക്കുക, വെറുതെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ആ എക്സ്ട്രാ ചെയറിൽ ഇരിക്കുന്ന ആള് എപ്പോഴും ഒരു ഗുഡ് തിങ് ചെയ്ത ആളായിരിക്കും, അതല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത ആളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബെഞ്ചിൽ ഒരു പൊസിഷൻ, ആ പൊസിഷനിൽ ഇരിക്കുന്ന ആള് ടീച്ചറാണ്, ആ പൊസിഷനിലേക്ക് ആളെ സെലക്ട് ചെയ്യുക. ആ വ്യക്തി ഒന്നുകിൽ കൃത്യമായി പഠിച്ച ഒരാളായിരിക്കും, അതല്ലെങ്കിൽ നന്നായിട്ട് ബിഹേവ് ചെയ്ത ഒരാളായിരിക്കും, അതല്ലെങ്കിൽ നന്നായി കളിച്ച ഒരാളായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് വേണ്ടി നിങ്ങളൊരു സീറ്റ് അറേഞ്ച് ചെയ്തിട്ട് അതിലിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മാറ്റി മാറ്റി ഇരുത്തിയാലേ അവിടെ ഇരിക്കുന്ന കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് മോട്ടിവേഷൻ ആലോചിച്ചാണ് എങ്ങനെ ഉണ്ടാവും? ഇറ്റ് വിൽ ബി ഗുഡ്. I feel proud. ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? സാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. യുവർ നെയിം? ഇർഫാന. ഇർഫാന, സല്യൂട്ട് യു. ഐ സല്യൂട്ട് യു. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്, നല്ലതാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യണം. ഓൾറൈറ്റ്. സോ സെക്കൻഡ് വൺ നീഡാണ്. കുട്ടിക്ക് നമുക്കൊരു ആവശ്യമില്ലാണ്ട് നമുക്ക് ഒരു സാധനം പഠിയില്ല അല്ലേ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ഈ ലോകത്ത് ഒരാൾ വിചാരിച്ച് നടക്കുള്ളൂ. അതാരാ നിങ്ങൾക്ക്? ഞാൻ തന്നെ. ഞാൻ വിചാരിച്ചാലേ എനിക്ക് പഠിയുള്ളൂ അല്ലെ? അത് നമുക്ക് ഈ പോയിന്റ് ഒക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാണ്ട്. നമ്മൾ വൈകുന്നേരം കുട്ടികൾ എന്ത് ചെയ്യും? അവര് കളിക്കുന്ന സമയമാണെങ്കിൽ നാളെ എക്സാം ആണ്, ഇവിടെ ഒന്ന് ഇരിക്കുന്നു പറഞ്ഞിട്ട് കളിയെല്ലാം സ്റ്റോപ്പ് ചെയ്യിച്ച് അവനെ പ്രഷർ ചെയ്തിട്ട് ബുക്കിൽ വിളിയിരുത്തും. ഇത് നമ്മൾ പഠിക്കടാ 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 എന്ന് പറയും. വാട്ട് വിൽ ഹാപ്പൻ? കുട്ടിക്ക് പഠിക്കാൻ കഴിയോ? സൈക്കോളജിക്കലി പഠിക്കാൻ കഴിയില്ല. ആ കുട്ടിക്ക് കളിയും കിട്ടൂല, പഠനവും കിട്ടൂല. അതാണ് സംഭവിക്കുക. ദെൻ 3 മെച്ചുറേഷൻ ആണ്. മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു LKG ആർക്കോ വേണ്ടി പോകുന്നു, അല്ല LP വേറെ ആർക്കോ വേണ്ടി പഠിക്കുന്നു, UP ഉമ്മാക്കൊപ്പാക്ക് വേണ്ടി പഠിക്കുന്നു, ഹൈസ്കൂളിൽ എത്തുമ്പോൾ അധ്യാപകർക്ക് വേണ്ടി പഠിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി PG എത്തി അല്ലെങ്കിൽ BEd എത്തുമ്പോൾ നമുക്ക് തോന്നും, ഇല്ല ഞാൻ എനിക്ക് വേണ്ടി ഇത് പഠിക്കട്ടെ അല്ലെ? അങ്ങനെ നമുക്കൊരു ടേണിംഗ് പോയിന്റ് വരാനുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി പഠിക്കുന്ന ഒരു സമയം വരാനുണ്ട് ഇല്ലേ? എനിക്കൊക്കെ വന്നത് +2 കഴിഞ്ഞിട്ടാ. +2 എന്നൊക്കെയാണ്. നിനക്ക് എന്നാ വന്നത് എനിക്കറിയില്ല. 6th വന്നു അല്ലേ? ഭയങ്കര മോട്ടിവേഷൻ, ഭയങ്കര മെച്ചുറേഷൻ. ഓക്കെ റൈറ്റ്. ദെൻ ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് നമുക്കറിയാം, എപ്പോഴും നമ്മൾ ഫീഡ്ബാക്കുകൾ കൊടുത്തും വാങ്ങിയും ശീലിക്കണമെന്നാണ്. ആസ് എ ടീച്ചർ വി ഷുഡ് കളക്ട് അവർ ഫീഡ്ബാക്ക്. ആസ് എ സ്റ്റുഡന്റ് വി ഷുഡ് പ്രൊവൈഡ് ദിയർ ഫീഡ്ബാക്ക്. എവിടെയായാലും ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ള ഒരു നല്ല ഹാബിറ്റ് ആണ്. അതൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുത്തു പോരാം. നെഗറ്റീവ് ഫീഡ്ബാക്കും പോസിറ്റീവ് ഫീഡ്ബാക്കും കൊടുക്കാം. എങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. നെഗറ്റീവ് ഫീഡ്ബാക്ക് എങ്ങനെ കൊടുക്കുക? ഒരു കുട്ടി ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നു, ആ കുട്ടിക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. ആ കുട്ടി എന്ന് ലേറ്റ് ആയി വരുന്നത്, ആ കുട്ടിക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കുക? നെഗറ്റീവ് പറഞ്ഞിട്ടല്ല, ഇനി അങ്ങനെ ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ള രീതിക്ക് പറഞ്ഞു നോക്കാം. ഭയങ്കര നെഗറ്റീവായിട്ട് ഫീഡ്ബാക്ക് കൊടുത്താൽ അതവരെ ബാഡ്ലി ഇമ്പാക്ട് ചെയ്തത്. ഓക്കെ, നീ എന്ന് വൈകി വരുന്നവരാണ്, അന്നെ ഞാൻ കടലാസിൽ നിന്ന് കിട്ടിയതാണ്, എന്റെ വാപ്പി ഇങ്ങനെ തന്നെ ഇരുന്ന്, എന്റെ കുടുംബക്കാരൊക്കെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവനെ തളർത്തിയിരുത്തി കിടത്തി ഉറക്കാം അല്ലെ? അത് സമയത്ത് അവരോട് പറയേണ്ടത് ഇങ്ങനെയാണ്, ആക്ച്വലി നേരെ വൈകി വരിക എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചാൽ ബാക്കിയുള്ള എല്ലാ മേഖലയിലും എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ കുട്ടിക്ക് എന്താ മനസ്സിലാവും? ആ കുട്ടി അതിനെന്താ റീഡ് ചെയ്യാ? ആ കുട്ടി എന്ത് റീഡ് ചെയ്യും? അതും കൂടി നന്നാക്കിയാല് എനിക്ക് 2 ഉപകാരം. ഞാൻ നന്നാവും, ടീച്ചർക്ക് ഇഷ്ടാവും അല്ലേ? ഓക്കെ. ദെൻ ലെവൽ ഓഫ് ഇന്റലിജൻസ് ആണ്. നമുക്കറിയാം, നമുക്ക് ഇന്റലിജൻസ് എന്നുള്ള സംഭവം ഉണ്ട്, ബുദ്ധിയുമായി ബന്ധപ്പെട്ട നമുക്ക് പഠിക്കേണ്ടത്. അതിന്റെ ലെവൽ അനുസരിച്ച് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടിക്ക് ഇന്റലിജൻസ് കൂടുമോ കുറയുമോ? ഇന്റലിജൻസ് കൂടും, ശരിയല്ലേ? പഠിക്കാത്തവരെല്ലാവരും ഇന്റലിജൻസ് കുറഞ്ഞവരാണ്. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട് തെറ്റ്? ബുദ്ധി നിങ്ങൾ പഠിക്കൂലേ? എന്തുകൊണ്ട് തെറ്റ്? മറ്റു പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ കുട്ടിക്ക് വേറെ കഴിവുണ്ടാവും. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ളൊരു തിയറി ഉണ്ട്. ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പഠിക്കാണ്ട് ആ സമയത്ത് അത് പഠിക്കും. കാരണം നമുക്ക് ഏകദേശം 9 ഇന്റലിജൻസുകൾ ഉണ്ട്.
അതിലൊന്ന് മാത്രമാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഓക്കെ, ഭാഷാപരമായ ബുദ്ധി. സോ പഠിക്കാൻ കഴിവില്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ ആ കുട്ടിക്ക് കഴിവുണ്ടായിരിക്കും. ആൻഡ് അറ്റൻഷൻ അല്ലെ, നമുക്ക് കുട്ടികളുടെ അറ്റൻഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, അറ്റൻറ്റീവ് ആയിരിക്കണം. അപ്പം ഈ കുട്ടികളുടെ അറ്റൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും അറിയോ? നമുക്കൊരു 1 hour ക്ലാസ് ഉണ്ട്. ഓക്കെ, 1 hour ക്ലാസ് ഉണ്ട്. കുട്ടീന്റെ അറ്റൻഷൻ എനിക്ക് ആ 1 hour കിട്ടണം. എന്താണ് ടിപ്പ്? ആരെങ്കിലും ഇത് പറഞ്ഞു തരുമോ പെട്ടെന്ന്? അറ്റൻഷൻ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് വേണം ഉള്ള അറ്റൻഷൻ വേണം കളയാൻ അല്ലേ? കുട്ടി ഉണർന്നിരിക്കും ഒന്നുകൂടെ. ഉണർന്നിരിക്കാനാണെങ്കിൽ കുട്ടിക്ക് അലാറം വെച്ചെടുത്താ പോരെ? അലാം വെച്ചെടുത്താ പോരെ? പോരാ സാർ. പോരാ സാർ. ഓക്കെ, വേറെ എന്തെങ്കിലും ആശയം? പോയിന്റ് നല്ല പോയിന്റ് ആണ്, ഞാൻ തള്ളി പറയല്ല. എന്തോ കുട്ടികൾക്ക് സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുക അല്ലെ? ആക്ടിവിറ്റീസ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് കിട്ടുമ്പോൾ നോട്ട് ചെയ്യണം. റൈറ്റ്? ഞാൻ ഇപ്പൊ ഒരു കുട്ടികൾ നമ്മൾ 2 ടിപ്പ് ഞാൻ പറഞ്ഞത് ഈ പോയിന്റ് മുന്നോട്ട് പോകട്ടോ. ഒന്ന്, നമുക്ക് 1 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ അതിനെ നമ്മൾ 2 or 3 കഷ്ണങ്ങളാക്കി മുറിക്കുക. റൈറ്റ്? ഒരു 20 മിനിറ്റോ അതല്ലെങ്കിൽ അരമണിക്കൂറിന് 2 ആക്കി മുറിക്കുക. ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് റിഫ്രഷ്മെന്റ് കൊടുക്കുക. റിഫ്രഷ്മെന്റ് പറഞ്ഞാല് ഒന്നുകിൽ അവർ സീറ്റിൽ നിന്ന് മൂവ് ചെയ്യണം, അതല്ലെങ്കിൽ അവർ ഇരിക്കണം, അതല്ലെങ്കിൽ അവർ കേൾക്കുന്ന സബ്ജക്റ്റിന്റെ ഒരു പുതിയ ടോപ്പിക് അവരിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ഏറ്റവും താല്പര്യമുള്ള, അവരെ കൂടി ബാധിക്കുന്ന ഒരു ടോപ്പിക് അവരിലേക്ക് കൊണ്ടുവരണം. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ പ്രവർത്തനമായിട്ട് അവരെന്തെങ്കിലും പ്രസന്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള ആ ഒരു ക്ലാസ്സിനെ കൃത്യമായി മുറിച്ച് അല്ലെങ്കിൽ വിഭജിച്ച് നമ്മൾ അവിടെ നമ്മുടെ ഒരു വളണ്ടറിലി നമ്മളൊരു ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് പിന്നെ ഇപ്പൊ ഒരു കുട്ടികൾ നമ്മൾ ക്ലാസ് എടുക്കുകയാണ്. ഇപ്പം നമ്മൾ കൃത്യമായി എന്തൊക്കെ പ്ലാൻ ചെയ്തേന്, അതിന്റെ ഇടയ്ക്ക് കുട്ടികൾ ഉറങ്ങുന്ന സങ്കല്പിക്കാം. ഓക്കെ, കുട്ടികൾ ക്ലാസ്സിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങുന്ന കുട്ടികളെ ഉണർത്താൻ നമുക്ക് അപ്പൊ ചെറിയൊരു ആക്ടിവിറ്റി ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ, പറയട്ടെ? അപ്പൊ ഉറങ്ങുന്ന ആളെ നോക്കിയിട്ട് നമ്മൾ ആ കുട്ടിയോട് പറയണം, നമ്മൾ ഒരു ഗെയിം കളിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഒരാളെ ചൂണ്ടി ചോദിക്കും, ആർ യു സ്ലീപ്പിംഗ്? റൈറ്റ്? അപ്പൊ ആ കുട്ടി പറയേണ്ടതെന്ന് വെച്ചാൽ ഐ ആം നോട്ട് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടിന്റെ പേര് പറയാം. അപ്പൊ അവർ അമൃത എന്ന കുട്ടി ഉണ്ടെങ്കിൽ അമൃത ഈസ് സ്ലീപ്പിംഗ്. ഉടനെ അമൃത കുട്ടി എണീറ്റ് പറയണം ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, അരുൺ ഈസ് സ്ലീപ്പിംഗ്. ഉടനെ അരുൺ എണീറ്റ് പറയണം ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, സുജിത ഈസ് സ്ലീപ്പിംഗ്. അങ്ങനെ പരസ്പരം പേരുകൾ ചാർത്തി അവരാണ് സ്ലീപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കളിക്കുന്ന ഒരു കളിയുണ്ട്. നമ്മൾ പ്രത്യേകം കൊടുക്കണം. എണീറ്റ് നിന്നിട്ട് കൈകൊണ്ടും ഉറക്കെ നമ്മൾ എക്സ്പ്രഷൻ പറയണം ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, ഹി ഈസ് സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഷീ ഈസ് സ്ലീപ്പിംഗ് എന്ന് അവർ ഉറക്കെ പറയണം. പിന്നെ പേര് ഒരാൾ പറഞ്ഞാൽ ഉടനെ ഞാൻ എണീറ്റ് പൊട്ടിത്തെറിച്ച് പറയണം ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, ഹി ഈസ് സ്ലീപ്പിംഗ്. ആ പറഞ്ഞ ആളല്ല കേട്ടോ, പുതിയ ഒരാളാണ് മെൻഷൻ ചെയ്യേണ്ടത്. കളി മനസ്സിലായോ? നിങ്ങളിത് അപ്ലൈ ചെയ്യണം. റൈറ്റ്? ഓക്കെ, ഈ 7th one യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയും, അതിനെ പറയും, അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയും. അഥവാ കുട്ടികൾക്ക് കാണാനും കേൾക്കാനും തൊടാനും ചെയ്യാനും ഒക്കെ ഉള്ള എക്സ്പീരിയൻസസ് കിട്ടുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ക്ലാസ്സിൽ ഉപയോഗിക്കുക. നിങ്ങളെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ എക്സാമ്പിൾസ് അറിയോ? എന്തൊക്കെ അറിയാം നമുക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്തൊക്കെയാ? PowerPoint presentations. Okay, PPT. Then Panel board. Then still model. Then okay, എന്നാ ഞാൻ കുറച്ച് പറഞ്ഞിട്ടേ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ഓരോ പ്രാവശ്യം ഇത് ക്ലാസ്സിൽ ഉപയോഗിച്ച് നോക്കണം. ഒന്ന് ചാർട്ടിന് 6 വിധം ചാർട്ടുകൾ ഉണ്ട്. നമ്മളിപ്പോ പറയണില്ല, സമയമില്ല. ചാർട്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പവർ പോയിന്റ് പ്രസന്റേഷന് ഓഡിയോ, വീഡിയോ. ഓഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതും പറ്റും, ഓഡിയോ ഡൗൺലോഡ് ചെയ്തതും പറ്റും, ഒക്കെ പറ്റും. റൈറ്റ്? പിന്നെ സ്റ്റിൽ മോഡല്, വർക്കിംഗ് മോഡല്, അതുപോലെ തന്നെ കട്ട് ഔട്ട്.
നമ്മളൊരു വലിയ ഒരു രൂപത്തിലും ചിത്രത്തെ ഒട്ടിച്ച് കട്ട് ചെയ്യാം. കട്ടൗട്ട്, അതുപോലെ തന്നെ പിന്നെന്താണ് സ്റ്റിൽ മോഡല്, വർക്കിംഗ് മോഡല്, ഫിംഗർ പപ്പറ്റ്, നമ്മൾ വിരലും വെക്കാവുന്ന പപ്പറ്റുകളുണ്ട്, ഫിംഗർ പപ്പറ്റ്. അത് ഈ ക്യാരക്ടേഴ്സിന് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് ബോർഡ്, അതുപോലെ തന്നെ അവർക്കുള്ള ചെറിയ ആക്ടിവിറ്റികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാർഡുകൾ അത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്, പ്ലഗ് കാർഡ്, പിന്നെ ബ്രിങ് റിയൽ ഒബ്ജക്ട് ഇൻ ദ ക്ലാസ് റൂം. ഇങ്ങനെ കുറെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുക. ലാപ്ടോപ്പ്, അതുപോലെ തന്നെ പ്രൊജക്ടർ, ഇതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് എട്ടാമത് സ്യൂട്ടബിൾ ആപ്റ്റിറ്റ്യൂഡ് ആണ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല്? ദർ ആർ ടു ടേംസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല്? ഹലോ, താല്പര്യം അല്ല, അഭിരുചിയല്ലേ? അതിന്റെ മീനിങ് അഭിരുചിയാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ആപ്റ്റിറ്റ്യൂഡിനെ? നാച്ചുറൽ എബിലിറ്റി. യെസ്, ഷുഡ് ഹാവ് നാച്ചുറൽ എബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്, അല്ലേ? ജന്മസിദ്ധമായിട്ട് നമുക്കൊരു കഴിവ് വേണം, അതിനോട് താല്പര്യം വേണം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ ഉണ്ടെങ്കിൽ ലേണിംഗ് നടക്കുള്ളൂ എന്ന് പറയണേ. ദെൻ ഗൈഡൻസ്, ടീച്ചർ ഷുഡ് ബി എ ഗൈഡ്, അല്ലെ? വി ഹാവ് സോ മെനി റോൾസ് ആസ് എ ടീച്ചർ. നമുക്ക് ഒരുപാട് റോളുകളുണ്ട്. ടീച്ചർ ഈസ് എ ഫ്രണ്ട്, ടീച്ചർ ഈസ് എ സ്കഫോൾഡർ, ടീച്ചർ ഈസ് എ സ്റ്റേജ് സെറ്റർ, ടീച്ചർ ഈസ് എ ഗൈഡ്, ടീച്ചർ ഈസ് എ മോട്ടിവേറ്റർ, ടീച്ചർ ഈസ് എ അങ്ങനെ പറഞ്ഞ ടീച്ചർക്ക് ഒരുപാട് റോൾസ് ഉണ്ട്. അതിലൊന്നാണ് ഗൈഡ്, ഗൈഡൻസ്. ദെൻ പോസിറ്റീവ് അപ്രോച്ച് ആണ്. നമ്മൾ ഏതൊരു ടോപ്പിക് ആണെങ്കിലും കുട്ടികൾക്ക് അതിനോടൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാകണം, അല്ലെ? നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഏതാ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു സബ്ജക്ട് ഉണ്ടാവും, ഇല്ലേ? നിങ്ങളൊക്കെ ഏതൊന്ന് കമന്റ് ചെയ്യും, ഒന്ന് പറയൂ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട്. ഇംഗ്ലീഷ്. എല്ലാവർക്കും ഇംഗ്ലീഷാ? ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? മാത്സ്. റൈറ്റ്. അപ്പൊ മാത്സ് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഒന്ന് മാത്സ്. പഠിക്കുന്ന കാലത്ത് എനിക്ക് മാത്സിന് ഇഷ്ടം. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്താ? പഠിപ്പിച്ച ടീച്ചർ. അതൊക്കെ നമ്മളിലേക്കാണ് റെസ്പോൺസിബിലിറ്റി വരിക. പഠിപ്പിച്ച ടീച്ചേഴ്സിനെ സംബന്ധിച്ച് എന്തുണ്ടാവും? സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടും, അല്ലെ? പിന്നെ ആ സബ്ജക്റ്റിനോടുള്ള അവന്റെ ഇന്റലിജൻസും അതൊക്കെ ഭാഗങ്ങളാണെങ്കിലും ടീച്ചർക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. സോ നമ്മുടെ സബ്ജക്റ്റിനെ കുട്ടികൾ ഇഷ്ടപ്പെടണം. ഇപ്പൊ മാത്സ് ആണെങ്കിലും മാത്സിനെ കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവണം. ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ ആ മാത്സ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമാണ്, ഇത് ഭയങ്കര ഫുൾ പ്രോബ്ലംസ് ആണ്, ഇത് പഠിക്കാൻ നല്ല ഇടങ്ങേറാണെന്നൊക്കെ പറഞ്ഞ് ടീച്ചറെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്താല് കുട്ടികൾക്ക് മാത്സിന് ഇഷ്ടം ഉണ്ടാവില്ല. മാത്സ് ഭയങ്കര സിമ്പിൾ ആണ്, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഭയങ്കര രസകരമായി ചെയ്യാൻ പറ്റും. ഒരു ഇക്വേഷൻ കിട്ടി, ഏത് ഇക്വേഷൻ കിട്ടി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്താൽ അവർക്ക് ആ സബ്ജക്റ്റിനോട് ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഷാൾ ബി ബിൽഡ്. നിർബന്ധമായിട്ട് നമ്മുടെ സബ്ജക്റ്റിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസസ് ആണ്. ദാറ്റ് മീൻസ് പ്രൊവൈഡ് പ്രാക്ടീസസ്. ദെൻ ബേസ്ഡ് ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് എന്താണോ കിട്ടുന്നത് അതനുസരിച്ചാണ് അവർ പഠിക്കുക. സോ അത് നമ്മൾ ഇൻപുട്ട് എന്നാണ് വിളിക്കുക. ഓക്കെ, നമ്മൾ കൊടുക്കുന്നതെല്ലാം ഇൻപുട്ടാണ്. പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കുന്നതെല്ലാം, പെർസീവ് ചെയ്യാൻ കൊടുക്കുന്നതെല്ലാം ഇൻപുട്ടാണ്. സോ നല്ല പെർസെപ്ഷൻ ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. ദെൻ കോ റിലേഷൻ ആണ്. വി ഹാവ് ടു കണക്ട് ദ തിയറി ആൻഡ് പ്രാക്ടീസ്, അല്ലെ? നമ്മൾ പഠിച്ചതിനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റണം. പഠിച്ച നോളജിനെ നമ്മുടെ പ്രാക്ടീസുമായി കണക്ട് ചെയ്യാൻ പറ്റണം, റിയൽ ലൈഫുമായി കണക്ട് ചെയ്യാൻ പറ്റണം, അവരുടെ പേഴ്സണൽ ലൈഫുമായി കണക്ട് ചെയ്യാൻ പറ്റണം, ഇല്ലേ? പണ്ട് നമ്മൾ പഠിച്ചു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. പഠിച്ചില്ലേ? അതിനെ റിയൽ ലൈഫിൽ എവിടെയാണ് ഉപയോഗിക്കുക എന്ന് അന്ന് ടീച്ചർ പറഞ്ഞെന്നോ? അവിടെയാണ് പ്രശ്നം. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മളൊരു കുഴി എടുക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് 3 മീറ്റർ, മറുഭാഗത്ത് 4 മീറ്റർ. ഈ 3 മീറ്ററിന് 4 മീറ്ററിന് നമ്മൾ കണക്ട് ചെയ്താല് 5 മീറ്റർ ആയാല് അവിടെ മട്ടകോൺ ഉണ്ടാകും എന്ന്. അതാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടില് ഒരു കുഴി എടുക്കുമ്പോൾ അവർ ചെയ്യുന്ന ആ കൃത്യമായ കോണളവ് കിട്ടാനുള്ള സമവാക്യം. അവർ ആക്ച്വലി ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാദം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് റിയൽ എക്സ്പീരിയൻസിലേക്കും റിയൽ ലൈഫിലേക്കും കണക്ട് ചെയ്യാന്, റിലേറ്റ് ചെയ്യാന് പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. ദെൻ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആണ് ലാസ്റ്റ് പോയിന്റ്.
കുട്ടികൾക്ക് റിവാർഡ് കൊടുക്കണം, പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയണേ. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതോടുകൂടി നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കും. റിവാർഡും പണിഷ്മെന്റും കൊടുക്കേണ്ടതുണ്ടോ? നല്ല ലേണിംഗ് ഉണ്ടാവാന് റിവാർഡും പണിഷ്മെന്റും കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ട്. റിവാർഡ് കൊടുത്താൽ ഏതായാലും പഠനം നടക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും റിവാർഡ് കൊടുക്കണേ അവിടെ എന്താ പ്രോസസ്സ് നടക്കണേ? ഒരു മെന്റൽ പ്രോസസ്സ് അവിടെ എന്താ നടക്കണേ അറിയോ? നമുക്ക് റിവാർഡ് കൊടുക്കുമ്പോ അവർക്കൊരു മോട്ടിവേഷൻ, ഒരു പ്രൗഡ് ഫീൽ, അവരുടെ ഒരു ഗുഡ് ഹാബിറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആണ്. ഓക്കെ, റിവാർഡ് കൊടുക്കുമ്പോൾ സംഭവിക്കുക, നമ്മൾ റിവാർഡ് എപ്പോഴും കൊടുക്കുക ഒരു നല്ല ശീലത്തിനല്ലേ, നല്ല ഹാബിറ്റിനല്ലേ കൊടുക്കുക. അത് അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? അതേ ഹാബിറ്റ് റിപ്പീറ്റ് ചെയ്യണം അല്ലേ? അതല്ലേ? അപ്പം ഒരു ഗുഡ് ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റിവാർഡ്സ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പണിഷ്മെന്റ് എന്തിനാണ് കൊടുക്കുക? എപ്പോഴാണ് പണിഷ്മെന്റ് കൊടുക്കല്? ബാഡ് ഹാബിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാനാ? ചെയ്യാതിരിക്കാൻ. അവരുടെ ഒരു ബാഡ് ഹാബിറ്റ് കട്ട് ചെയ്യാനാണ് പണിഷ്മെന്റ് കൊടുക്കുക. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കൽ തെറ്റല്ലേ? അങ്ങനെ അടി പോലത്തെ പണിഷ്മെന്റ്സ് കൊടുക്കണം എന്നല്ല. എന്നാ പിന്നെ ഇവിടെ റിവാർഡ് ആൻഡ് അടിയല്ലാത്ത പണിഷ്മെന്റ് എഴുതിയേക്കണ്ടേ? ഇമ്പോസിഷൻ എത്ര പ്രാവശ്യം കൊടുക്കാൻ പറ്റും? എനിക്ക് കിട്ടിയ ഇമ്പോസിഷനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഞങ്ങള് BEd പഠിക്കുമ്പോ, ഇത് റെക്കോർഡറാണ്, ഓൺലൈനാണെന്നൊക്കെ അറിയാം. പിന്നെ BEd പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഭയങ്കരമായ ശബ്ദം ഉണ്ടാക്കി സംസാരിച്ചപ്പോ ഞങ്ങൾ സാറ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നാളെ വരുമ്പോ ഒരു ഇമ്പോസ് എഴുതി കൊണ്ടുവരണം. ഓക്കെ, എന്താണ് സെന്റൻസ് എന്ന് വെച്ചാല് സൈലൻസ് ഈസ് ഗോൾഡ്, സ്പീച്ച് ഈസ് സിൽവർ. ഓക്കെ, എത്ര പ്രാവശ്യം ഇമ്പോഷൻ കിട്ടിയറിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ? 100ഓ? എന്ത് എത്ര? 1000. വെരി ഗുഡ്. 1000 പ്രാവശ്യമാണ് ഇമ്പോഷൻ ഞാൻ പറഞ്ഞത്. 2014 ഡിസംബർ 31 ആയിരുന്നു ആ ഇമ്പോഷൻ എന്ന ദിവസം. ഞാൻ ആദ്യമായിട്ട് ന്യൂ ഇയർ കണ്ടതാണ്. വൈകുന്നേരം 4 മണി മുതൽ പുലർച്ചെ 2 മണിയോ 3 മണിയോ 2 മണിയിലൊക്കെ ഇമ്പോസ് ചെയ്തിരുന്നു. അത്ര വലിയ ഇമ്പോസ് ചെയ്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. സോ അത് ശരിക്കും നല്ല പണിഷ്മെന്റ് ആണോ? ആക്ച്വലി പണിഷ്മെന്റിന് നമ്മുടെ നിയമങ്ങൾ നോക്കണം. അത് വെച്ചിട്ട് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പണിഷ്മെന്റ് പാടില്ല എന്നുള്ളതാണ് നിയമം, റൈറ്റ്? പക്ഷെ എങ്കിലും ഈ പറഞ്ഞ പോലെ ഇവിടെ ആക്ച്വലി പണിഷ്മെന്റ് തന്നെ അപ്പൊ നമുക്ക് ഇതിന് റീഇൻഫോഴ്സ്മെന്റ് നമ്മുടെ ടേം പറയാം കേട്ടോ. റീഇൻഫോഴ്സ്മെന്റ് കേട്ടോ? റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ് എന്നൊക്കെ 3 ടേംസ് ഇതിനുണ്ട്, നിങ്ങൾ പഠിക്കും. സോ ഇവിടെ നമുക്ക് പോസിറ്റീവായി അവർക്കൊരു ഉപകാരത്തിലുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കുക, റൈറ്റ്? അഥവാ ഈ നേരത്തെ പറയാം, ഇമ്പോഷൻ ആണെങ്കിൽ കുറഞ്ഞ ഇമ്പോഷൻസ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു ചാപ്റ്റർ ഒരു പേജ് വായിച്ചു വരാൻ പറയാ, അതല്ലെങ്കിൽ നാളെ വരുമ്പോൾ നിന്റെ ഡയറി എഴുതി വരണം, അല്ലെങ്കിൽ ഇന്ന് നീ ചെയ്ത തെറ്റ് നാളെ ഇംഗ്ലീഷിൽ എഴുതി വരണം എന്നൊക്കെ പറയാം. ഞങ്ങൾ അങ്ങനെയാണ് കൂടുതലായിട്ട് കൊടുക്കാറുള്ളത്. മനസ്സിലായോ? അവനൊരു തെറ്റ് ചെയ്താല് ആ തെറ്റിനെ ഇംഗ്ലീഷിലും മലയാളത്തിലും, കേൾക്കുന്നില്ലേ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതി വരാൻ പറയാം. അപ്പൊ അവനെന്ത് ചെയ്യും? അവൻ അതിന് വേണ്ടി ആ തെറ്റ് എഴുതണം, എന്നിട്ട് അതിന്റെ ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യാം, അവനിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് അവർക്ക് മിസ്റ്റേക്ക് ഉണ്ട്, തിരുത്തിവ എന്നൊക്കെ പറഞ്ഞാല് അവനെ ഭാഷ പഠിച്ചോളും, സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചോളും. അതൊരു പണിഷ്മെന്റ് അവൻ ചെയ്തോളും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ് എടുത്തത് മനസ്സിലായിട്ടുണ്ടോ? സ്പീഡ് കുറഞ്ഞു അല്ലെങ്കിൽ കൂടി? ഇതിലേതാ കറക്റ്റ്? ഓപ്ഷനല്ലോ, ഒന്നുകിൽ കുറവോ അല്ലെങ്കിൽ കൂടുതൽ. ഇതിലേതാ? എല്ലാ സ്പീഡിൽ എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നിങ്ങൾ നിർബന്ധമായിട്ട് ക്ലാസ്സിൽ വരണം, ലൈവിൽ വരണം,
ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ റെസ്പോൺസസ് ഞാനിപ്പോ നിങ്ങൾക്ക് ഒരുപാട് പറയാനുള്ള അവസരങ്ങൾ അതില്ലേ? അതെ. അപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ശരിക്കും എനിക്കത് മോട്ടിവേഷൻ അല്ലെ? അതാണ് എന്റെ ഇൻപുട്ട്. സോ ആക്റ്റീവ് ആകുന്ന എല്ലാവരും അടുത്ത ക്ലാസ് നിർബന്ധമായിട്ടുണ്ടാവണം. പേരൊന്നും അധികം കിട്ടിയിട്ടില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടൊക്കെ പരിചയപ്പെടും. സോ എനിവേ നമ്മുടെ ഈ ഒരു ക്ലാസ് നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള വൈൻഡപ്പ് ചെയ്യാണ്. മീറ്റിംഗ് ആരും പോകരുത്. ജസ്റ്റ് നമ്മൾ ഒഫീഷ്യലി നമ്മൾ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ കോപ്പറേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. റൈറ്റ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.